ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം 9. സോളമന് വാഗ്ദാനം. സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് പൂർത്തിയാക്കി. ഗിബെയോനിൽ വെച്ച് എന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി. അവിടുന്ന് അരുളിച്ചെയ്തു, നീ എൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചു. നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും. നിൻ്റെ പിതാവിനെ പോലെ നീയും ഹൃദയനൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എൻ്റെ മുൻപിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിൻ്റെ വംശത്തിൽ സന്തതി അറ്റുപോവുകയില്ല എന്ന് നിൻ്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കുമായി നിലനിർത്തും. നീയോ നിൻ്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. എനിക്ക് വേണ്ടി ഞാൻ വിശദീകരിച്ച ഈ ആലയം എൻ്റെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും. ഈ ആലയം നാശകൂമ്പാരമായി തീരും. അടുത്തുകൂടെ കടന്നു പോകുന്നവർ സ്തബ്ധരായി ചോദിക്കും, ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ തന്നെ ഉത്തരം പറയും. സോളമൻ്റെ പ്രവർത്തനങ്ങൾ. കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പണിയാൻ സോളമൻ 20 വർഷമെടുത്തു. തനിക്ക് ആവശ്യമുള്ള സരളമരവും ദേവദാരുവും സ്വർണവും നൽകി ടയറിലെ ഹീരാം രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് 20 നഗരങ്ങൾ കൊടുത്തു. സോളമൻ സമ്മാനിച്ച നഗരങ്ങൾ കാണാൻ ഹീരാം ടയറിൽ നിന്ന് വന്നു. അവന് അവ ഇഷ്ടപ്പെട്ടില്ല. അവൻ ചോദിച്ചു, സഹോദരാ, എന്തുതരം നഗരങ്ങളാണ് എനിക്ക് ഈ നൽകിയത്? അതിനാൽ അവ കാബൂൽ എന്ന് ഇന്നും അറിയപ്പെടുന്നു. ഹീരാം 120 താലന്ത് സ്വർണം സോളമന് കൊടുത്തിരുന്നു. കർത്താവിൻ്റെ ആലയം, സ്വന്തം ഭവനം, മില്ലോ, ജെറുസലേമിൻ്റെ മതിൽ, ഹാസോർ, മെഗിദോ, ഗേസർ, ഈജിപ്തിലെ രാജാവായ ഫറവോ പിടിച്ചടക്കുകയും ചുട്ടരിക്കുകയും അവിടെ വസിച്ചിരുന്ന കാനാൻകാരെ വധിച്ചതിന് ശേഷം സോളമന് ഭാര്യയായി നൽകിയ തൻ്റെ പുത്രിക്ക് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്ത നഗരമാണ് ഗേസർ. സോളമൻ അത് പുതുക്കി പണിതു. താഴത്തെ ബത്ത്ഹോറോൺ, യൂദ മരുപ്രദേശത്തെ ബാലാത്ത്, താമാർ. സോളമൻ്റെ സംഭരണ നഗരങ്ങൾ, രഥങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ, കുതിരക്കാർക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ എന്നിവയും ജെറുസലേമിലും ലബനോനിലും തൻ്റെ അധികാരത്തിൽപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും താൻ പണിയാൻ ആഗ്രഹിച്ചവയും നിർമ്മിക്കാൻ സോളമൻ ചെയ്യിച്ച അടിമവേലയുടെ വിവരം ഇതാണ്. ഇസ്രായേൽക്കാരിൽ ഉൾപ്പെടാത്ത അമോര്യർ, ഹിത്യർ, ഫെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അവശേഷിച്ച സകലരെയും സോളമൻ അടിമവേലയ്ക്ക് നിയോഗിച്ചു. അവർ ഇന്നും അങ്ങനെ തുടരുന്നു. ഇസ്രായേൽ ജനത്തിന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കാതെ അവശേഷിച്ചവരുടെ മക്കളായിരുന്നു ഇവർ. ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ ദാസ്യവേലയ്ക്ക് നിയോഗിച്ചില്ല. അവർ അവൻ്റെ യോദ്ധാക്കളും അംഗരക്ഷകരും സേനാനായകന്മാരും ഉപസേനാനായകന്മാരും അശ്വരഥ സൈന്യങ്ങളുടെ അധിപന്മാരും ആയിരുന്നു. സോളമൻ ചെയ്ത്
ചെയ്തു തീർത്ത ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് 550 മേലാളന്മാരാണ്. ഫറവോയുടെ മകൾ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് സോളമൻ അവൾക്ക് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിലേക്ക് മാറി താമസിച്ചു. അതിനുശേഷം അവൻ മില്ലോ നിർമ്മിച്ചു. കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും 3 പ്രാവശ്യം ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും കർത്താവിൻ്റെ മുൻപിൽ ധൂപാർച്ചന നടത്തുകയും ചെയ്തു വന്നു. ദേവാലയ നിർമ്മാണം അവൻ പൂർത്തിയാക്കി. ഏദോമിൽ ചെങ്കടൽ തീരത്ത് ഏലോത്തിന് സമീപം എസിയോൻഗബറിൽ സോളമൻ കപ്പലുകൾ പണിയിച്ചു. ആ കപ്പലുകളിൽ സോളമൻ സേവകന്മാരോടൊപ്പം ഹീരാം തൻ്റെ ദാസന്മാരെയും അയച്ചു. അവർ പരിചയമുള്ള നാവികരായിരുന്നു. അവർ ഓഫീറിൽ ചെന്ന് 120 താലന്ത് സ്വർണം കൊണ്ടുവന്ന് സോളമൻ രാജാവിന് കൊടുത്തു. കർത്താവിൻ്റെ വചനം.